അത് മതിയാവും. പക്ഷെ വാഴയ്ക്ക് വേറെ ഒരു രോഗവും മറ്റുള്ള കാര്യങ്ങളോ ഇതാട്ടോ ഇല്ലെങ്കിൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു ആവശ്യമില്ല, വേറെ ഒരു കമ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ ഇത് മറ്റുള്ള കർഷകർക്കും അത് മാതൃകയാക്കാവുന്ന രീതിയിലാണ് ഷൈജോടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇപ്പോൾ ഷൈജ് മാരീഡാണോ? അല്ല. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ആലോചിക്കണം കർഷകനൊക്കെ. അപ്പോൾ സമ്മിശ്ര കൃഷി രീതിയാണല്ലേ, ചുമ്മാ അതല്ല അവാർഡ് കിട്ടിയത്. ഇപ്പോൾ നമ്മളും കൂടെ വന്ന് ഇപ്പോൾ കൃഷിക്കാരനായിട്ട് മാറുന്ന പ്രശ്നമുണ്ട്. ലേഡി പപ്പായ. അഭ്യുദയകാംക്ഷികളായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളിപ്പോഴും പാറശാല തന്നെയാണ് ഉള്ളത്. പാറശാല പഞ്ചായത്തിൽ കുറച്ച് കർഷകരെയൊക്കെ കണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയും ഒരു യുവ കർഷകനുണ്ട്, ഷൈജു എന്നാണ് പേര്. അപ്പം നമുക്ക് അദ്ദേഹത്തെ ഇവിടെ നിന്നൊക്കെ കണ്ട് പോകാവുന്ന അവാർഡൊക്കെ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെയൊക്കെ പ്രഥമ അവാർഡൊക്കെ വാങ്ങിയ ഒരു കർഷകൻ കൂടിയാണ്. നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിളിച്ചിരുന്നപ്പോൾ ഈ വയലിൽ എവിടെ ഉണ്ട് ആൾ, ഇതിനകത്ത് എവിടെ ഉണ്ട്, കാട് പോലെ കിടക്കുകയാണ് കണ്ട്. അപ്പോൾ ഇതിനെ താഴോട്ട് ഇറങ്ങി പോകണം. അപ്പോൾ അങ്ങനെ ഏതാനും കർഷകരോടൊക്കെ കണ്ട് നമുക്ക് ഈ പഞ്ചായത്തുള്ള ഏതാനും കർഷകരോടെ കണ്ട്, കാര്യം തരിശരഹിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാനൊക്കെ ഇരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടെയാണ്. അപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളുമൊക്കെ അവർ കൃഷിക്ക് അനുയോജ്യമായ, അതായത് വയലല്ലാത്ത സ്ഥലങ്ങൾ പോലും തരിശായിട്ട് കിടന്ന് അവിടെയൊക്കെ പാട്ടത്തിനടുത്തും അല്ലാതെയൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇതും ഒരു യുവ കർഷകനാണ്. ITIയും ഷിപ്പ് യാർഡിൻ്റെയൊക്കെ ഇതൊക്കെ എൻജിനീയറിങ്ങൊക്കെ പഠിച്ച ഒരു കർഷകനാണ്, പഠിച്ച ഒരു യുവ കർഷകനാണ്. അപ്പോൾ അതൊക്കെ വിട്ടിട്ട് വന്ന് കൃഷി ചെയ്യുന്നതാണ്. അതും പാട്ടത്തിനടുത്താണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. അപ്പോൾ ഏതായാലും ഇതിനകത്ത് എവിടെ ഉണ്ട് ആൾ, ഇതിനകത്ത് എവിടെ ഉണ്ട്, നമുക്ക് അത് വിളിച്ചു നോക്കാം. ഷൈജു എന്നാണ് പേര്. ഏതായാലും നമ്മൾ പാറശാല മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഏകദേശം പിൻഭാഗത്തായിട്ട് വരും ഈ വയൽ. പിന്നെ നമ്മുടെ കർണാടിക് സംഗീതിച്ച പൊന്നമ്മാളിൻ്റെ ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞതാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞതാണ്. അപ്പോൾ ഇതിനകത്ത് എവിടെയുണ്ട് ആൾ, നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഇതാണ് കണ്ട പുള്ളിയുടെ കൃഷിയാണ് ഈ കാണുന്ന വയലുകളാണ്. ഏകദേശം വാഴകളൊക്കെ കണ്ടിട്ട് കൊലച്ച കണക്കൊക്കെ തോന്നുന്നു. ഇലയൊക്കെ മുകളിലൊക്കെ കരിഞ്ഞു തുടങ്ങിയപ്പോൾ കൊലയാകാറായെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആൾ നേരെ നിൽക്കുന്നു. ഹലോ ഷൈജേ. ചേട്ടാ. അപ്പോൾ അങ്ങനെ അത് ആൾ നേരെ നിൽക്കുന്നത്. തോട്ടിയൊക്കെ പിടിച്ചേക്ക് നമ്മളെ തല്ലാനാണെന്ന് അറിഞ്ഞൂടെ, വടിയൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. ഷൈജു എന്തൊക്കെ വാഴ പിന്നെ കപ്പ ഉണ്ടല്ലേ? കപ്പയുണ്ട്, മോറീസ് എന്ന് പറയുന്ന ഒരു മോറിസ് ഉണ്ട്, പൊക്കം കുറഞ്ഞ വാഴ അല്ലേ? പന്റെ പച്ചച്ചിങ്ങന അല്ലേ? അതല്ലേ? ഓഹോ പച്ചച്ചിങ്ങനുണ്ട്. അങ്ങനെ വ്യത്യസ്തപരമായ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ വലിയ തള്ളിയൊക്കെ ചെയ്തിട്ടുണ്ട്. യുവ കർഷകനാണ്, അവാർഡൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ശരിയാണോ? വലിയ എഞ്ചിനീയർ ആണെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? എഞ്ചിനീയർ കൃഷിയിലേക്ക് വന്നതല്ലേ? ഷിപ്പ് യാർഡിലൊക്കെ ഞാൻ അറിഞ്ഞ എങ്ങനെയാണ് ഷിപ്പ് യാർഡിലൊക്കെ ജോലി ഉണ്ടായിരുന്നു? അത് പഠിച്ചെന്നോ? പഠിച്ചിട്ട് അത് കോഴ്സൊക്കെ പഠിച്ചിട്ടു. കൃഷി പാരമ്പര്യം, ഞങ്ങളുടെ അപ്പൂപ്പൻ പൂർവീകരെല്ലാം കൃഷി പാരമ്പര്യം ഉണ്ട്. കൃഷിയുടെ ഒരു പാരമ്പര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലോട്ടൊരു താല്പര്യം തോന്നി. അല്ല, നിങ്ങളെ കണ്ടാൽ തന്നെ ഇപ്പൊ ഷൈജനെ കണ്ടാൽ തന്നെ ഒരു ടെക്കിയുടെ ഒക്കെ ലുക്കുണ്ട്. അപ്പൊ ഏകദേശമൊക്കെ കൊല വന്നേക്കുന്ന 2 ഘട്ടമായിട്ടാണ് നട്ടിരിക്കുന്നത്. ഏത്തനാണ് അതേ വിളഞ്ഞ വില ആയിട്ടുണ്ടല്ലേ? ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പഞ്ചായത്തിന്റെ അവാർഡാണ്, സംസ്ഥാന പഞ്ചായത്തിന്റെ. അപ്പൊ പഞ്ചായത്തിന്റെ യുവ കർഷകൻ എന്നുള്ള അവാർഡ്, പ്രഥമ അവാർഡ് കിട്ടിയ ആളാണ് ഷൈജു. അപ്പൊ എല്ലാം പാട്ടത്തിനടുത്താണ്? അത് അല്ലാതെ സ്വന്തമായിട്ടുള്ളത് ഇല്ല, എല്ലാം പാട്ടത്തിനടുത്താണ്. നേരത്തെ വെട്ടിക്കൊണ്ടിരിക്കുന്നതാണല്ലേ? അപ്പൊ ഇത് ഇപ്പൊ വിലയൊക്കെ ഉണ്ടോ? ഏത്തന് ഇപ്പൊ കിലോ 55-56 രൂപ. ഇപ്പൊ ന്യായമായ ഒരു വിലയാണോ? ന്യായമായിട്ടുള്ള ഒരു ഇപ്പോഴത്തെ അവസ്ഥയിലൊരു വിലയാണ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അടുത്തത് ഇത് കഴിഞ്ഞ ഉടനെ ഓണത്തിന് വേണ്ടിട്ട് വീണ്ടും ഓണത്തിനുണ്ട്. അത് കുറച്ച് താഴെ ഉണ്ടല്ലേ? ഇവിടെ കൂടെ പയറ് വള്ളിയെല്ലാം ഉണ്ടല്ലേ? കപ്പ. കപ്പ ഇത് ഏത് ഇനം കപ്പയാണ്? പച്ച നിറമല്ലേ? പച്ച. ഇത് ഒരു വർഷത്തെ കപ്പയാണ്. അല്ലെ മറ്റേ ഇവിടുന്ന് വെള്ളയാണിന്ന് 6 മാസത്തെ ഒരു വിളവെടുപ്പുള്ള ഒരു കപ്പ ഉണ്ടോ? വേറെ ഇട്ടിട്ടുണ്ടല്ലേ?
അപ്പോൾ ഇതെല്ലാം പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ കാക്കയും കിളിയും നമ്മളെപ്പോലുള്ളവരെ കടിച്ചു മാറ്റാൻ പൊതിഞ്ഞൊക്കെ ഷഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പോൾ വെട്ടാറായി, നല്ല അളഞ്ഞ കൊലയാണ്. അപ്പോൾ ഏതായാലും ആത്മാർത്ഥപരമായിട്ട് ഈ വയലിൽ പണി ചെയ്യുന്നുണ്ടെന്നുള്ളത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷൈജുവിന് യുവ കർഷകൻ്റെ അവാർഡ് കിട്ടിയത്. ഇതെന്ന് മീൻകുളവും ഉണ്ടാ. അപ്പോൾ സമ്മിശ്ര കൃഷി രീതിയാണല്ലേ, ചുമ്മാ അതല്ല അവാർഡ് കിട്ടിയത്. ഇപ്പോൾ നമ്മളും കൂടെ വന്ന് ഇപ്പോൾ കൃഷിക്കാരനായിട്ട് മാറുന്ന പ്രശ്നമുണ്ട്. ലേഡി പപ്പായ, പപ്പായ കൃഷിയുണ്ട്. അപ്പോൾ ഇത് എല്ലാ വർഷം പറ്റിക്കും, അതാ മീൻ പിടിച്ചിട്ട് വർഷം മീൻ പിടിച്ചിട്ട് അടുത്ത് ഇടുകയാണ് ചെയ്യുന്നത്, പറ്റിക്കത്തൊന്നുമില്ല. ഇത് വയലായതുകൊണ്ട് എപ്പോഴും വെള്ളമുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ടല്ലേ. ഇപ്പൊ ഇതിൽ ഇട്ടിരിക്കുന്നത് ഇപ്പൊ നെട്ടർ, ഇത് ഗ്രാസ് കാർപ്പ് എന്ന് പറയും, ഈ പുല്ല്. അതിന് വേറെ പ്രത്യേകിച്ച് ആകാരമൊന്നുമില്ല, പുല്ലാണ് കഴിച്ചുകൊണ്ട് കഴിക്കുന്നത്. പിന്നെ നെട്ടർ, ആസാം വള. അതപ്പം അതിന് സെപ്പറേറ്റ് എല്ലാത്തിനും മറ്റതിനൊക്കെ ചെറിയ ഫുഡ് ഇട്ട് കൊടുക്കാം. ഇത് എത്ര കിലോ വെയിറ്റ് വരെ വരും ഇത്? ആസാമളയൊക്കെ ഒരു 2 കിലോ മുതൽ അത് വിട്ടിരുന്നത്. നമ്മളെ വർഷം കൂടെ പിടിക്കുന്ന ഒരു 1 കിലോ ഒക്കെ റേഞ്ചൊക്കെ. ഇപ്പൊ ഷൈജ് മാരീഡ് ആണോ? അല്ല. അപ്പൊ ഇനിയിപ്പോ അതൊക്കെ ആലോചിക്കണം. കർഷകനൊക്കെ ഇപ്പൊ പെണ്ണ് കിട്ടുമോ ദൈവത്തിനറിയാം അല്ലേ. ഇപ്പൊ സാധാരണ എല്ലാവർക്കും ഗവൺമെന്റ് ജോലിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഗൾഫുകാരൻ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവർക്കൊന്നും അറിയത്തില്ല കർഷകനെ ഉള്ള പ്രാധാന്യം എന്താന്നുള്ളതൊക്കെ പൊതുവെ ഇനി പഠിച്ചു വരണം അല്ലേ. കർഷകർ മാത്രമാണ് യഥാർത്ഥത്തിൽ സമാധാനമായി പക്വപരമായി പെരുമാറുകയും അല്ലേ സമൂഹത്തിലെ തലമുറ കർഷകർ വളരെ കുറവാണ്. അപ്പോൾ ഇപ്പം സർക്കാരിനോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? നമുക്ക് കൃഷിക്കാരെ ഒന്ന് സംരക്ഷിക്കേണ്ട പുതിയ പദ്ധതികളൊക്കെ കൊണ്ടുവരണം. അതായത് ഇപ്പൊ യഥാർത്ഥ കൃഷിക്കാര് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവരാണ്. അതെ എല്ലാ ഭൂരിപക്ഷം ആൾക്കാരും പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവർ. പക്ഷെ ആനുകൂല്യം കിട്ടുന്നത്, ആനുകൂല്യം നമ്മളെ ഇൻഷുറൻസ് ഒക്കെ ചെയ്യുന്നത് വരുന്നുണ്ട്. അത് ഇത്തിരി കാലതാമസം എടുക്കുന്നുണ്ട്. അതൊന്ന് സ്പീഡപ്പ് ആക്കിയാൽ അടുത്ത വിളവിറക്കാൻ ഇപ്പൊ ഒരു നേട്ടമായിരിക്കും. കാരണം നമുക്കിപ്പോ പെട്ടെന്ന് ഒരു വാഴയൊക്കെ കാറ്റടി ഇതൊക്കെ കഴിഞ്ഞാൽ ഇന്നലത്തെ കാട്ടിലൊക്കെ ഇഷ്ടം പോലെ വാഴകളൊക്കെ നമുക്കിവിടെ അവിടെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു നഷ്ടകര 3 മാസത്തിനകത്തൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചെയ്യാനുള്ള ഒരു മറ്റത് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആകെപ്പോഴെ സാമ്പത്തികത്തിൽ ഇതായിപ്പോ. ഇതിപ്പോ എത്ര ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഞാനിപ്പോ ഒരു 3-4 ഏക്കർ ചെയ്യുന്നുണ്ട്. സമ്മിശ്ര കൃഷിയാണ്. മരച്ചീനി, വാഴ, പച്ചക്കറി, കുമ്പളം, പച്ചക്കറിയിൽ കുമ്പളം, വെള്ളരി, പടവലം, ഓരോ സീസൺ അനുസരിച്ച് മാറി മാറി. ഇപ്പൊ ഇതിന്റെ ഇടയിൽ കുമ്പളവും വെച്ചിട്ടുണ്ട്. അടുത്ത ഇത് വാഴ ഒഴിഞ്ഞത് ഇത് മാറുമ്പോഴേക്കും അതാണ് ഇപ്പോഴേ വിത്ത് പാകി. അതെ കുമ്പളത്തിന്റെ തൈയാണ്. പിന്നെ മറ്റേ ബ്രിഞ്ചലുണ്ട് അതിൽ വഴുതനങ്ങ. അതെ നമ്മളെ ഈ വാഴ വെച്ച സമയത്ത് ഗ്യാപ്പില് ആ സമയത്ത് വഴുതാനം, കത്തിരിക്ക എല്ലാം കൂടെ അതെല്ലാം കയറ്റി വെച്ചതാണല്ലേ. അതിൽ ഒരു സ്റ്റെപ്പ് വിളവ് കഴിഞ്ഞു. ഇതിപ്പോ രാവിലെ എത്ര മണിക്ക് വയലിലേക്ക് ഇറങ്ങും? ഞങ്ങളൊരു 7 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ഒരു ചൂടത്ത് ഒരു 11 മണിയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് 3 മണിക്ക് ശേഷം. അപ്പോൾ ഫുൾ ടൈം ഇവിടെയാണ്, ശനി ഞായറൊന്നുമില്ല. ഞായർ പൊതുവെ ചർച്ചിലൊക്കെ പോയിട്ട് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഞായർ. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ കാട്ടിൽ നിന്ന് പിടിച്ച് ഇളക്കണത് വിളിച്ചപ്പോ കാട്ടിലുള്ളത് അതൊരു ബുദ്ധിമുട്ടല്ല. അല്ല, കാടെന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് വരുമ്പോഴാണ് കാട് തോന്നുന്നത്. വയലാണെന്നുള്ള അകത്തേക്ക് വരുമ്പോഴാണ് നിങ്ങളുടെ കരവിരുത് ഇവിടെ കാണുന്നത്. ഇവിടെ ഇപ്പൊ ഇത് നല്ല വിളവെടുപ്പിന് പരിവായിട്ടുള്ള രീതിയിലാണ് എല്ലാം. ഇതിപ്പോ വിളവെടുത്തോണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടക്കൊക്കെ കുമ്പളത്തിന്റെ വിത്ത് നട്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ ഇവിടെ തന്നെ ഇവിടെ തന്നെ നിർത്തും, അതോ മാറ്റി നടും? ഇല്ല ഇവിടെ തന്നെ. അല്ല ഇപ്പൊ അല്ലെന്നേ, ഇപ്പൊ വിത്ത് ഒരുപാടായിട്ട് ഒത്ത് പാകിരിക്കുകയല്ലേ. അതെ ഇതില് ചിലതൊക്കെ കരിഞ്ഞു പോകാനും ചാൻസ് ഒക്കെ അങ്ങനെ അതനുസരിച്ചിട്ടാണ്. അപ്പൊ അവിടെ നിന്ന് മാറ്റില്ല, അവിടെ തന്നെ. നമ്മൾ കൂടുതലാണെങ്കിൽ അന്ന് പിഴുത് അഥവാ കൂടുതലാണെന്ന് തോന്നുന്നു എടുത്ത് കടി. ഇതൊക്കെ ചിലപ്പോ എന്തെങ്കിലും കിളികളോ എന്തെങ്കിലുമൊക്കെ വെട്ടി പ്രാണികളൊക്കെ വെട്ടി ചിലപ്പോൾ നശിപ്പിക്കും. അപ്പം കൃഷിഭവനിൽ നിന്നൊക്കെ അവർ വന്ന് ഹെൽപ്പ് ചെയ്യും. നല്ല സഹകരണമാണ്. ഇപ്പൊ ഇരിക്കുന്ന ലീന മേഡം ഒക്കെ നല്ലൊരു, അവര് ഒന്നേശം നല്ല, അതിന് മുമ്പായിരുന്ന അഖില മേഡം എല്ലാവരും ലതാ മേഡം എല്ലാം നല്ല സഹകരണം. ഇപ്പൊ ലീന മേഡം കുറച്ചുകൂടെ നമ്മളെ യുവത്വ സബ്സിഡി കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും സർക്കാരുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർ നല്ലൊരു ഹെൽപ്പാണ്. നല്ലൊരു ഇപ്പൊ ഒരു ട്രാൻസ്ഫർ ആയി പോകുന്നത് നമുക്കൊരു വിഷമമാണ്. ഇല്ല, അങ്ങനെ പോവുക ഒരു മാസം 1-2 ദിവസം കഴിയുമ്പോൾ ട്രാൻസ്ഫർ ആണെന്നാണ് അറിവ്. അതെ അവർ ഇരുന്ന ഫീൽഡൊക്കെ എത്രയും കൊള്ളാം. പിന്നെ അതുപോലെ മറ്റ് സ്റ്റാഫുകൾ എല്ലാവരും ഇപ്പൊ വന്ന പുതിയ മേഡം, നേരത്തെ ഇരുന്നവർ സാറ്, ശ്രീ സാർ, അങ്ങനെ കുറെ പേര്, മേഡം, ഏഞ്ചൽ മേഡം, അങ്ങനെയൊക്കെ കുറെ പഴയ എല്ലാവരും നല്ലൊരു സഹകരണമാണ്. എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് വിളിച്ചാലോ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഓടി വരും. അവര് ഇപ്പൊ ഇരിക്കുന്ന സിൻസി മേഡം, അവരൊക്കെ എല്ലാവരും നമ്മളെ ഇവിടെ ഫീൽഡ് നോക്കുന്ന അവരാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ശരി, അങ്ങോട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വാഴകളൊക്കെ. കപ്പയല്ലേ, കപ്പ വാഴയൊക്കെ ഉണ്ടല്ലേ. ഇതെന്താണ് മറ്റേ ഇത്? നമ്മളെ കമ്പ്
താങ്ങ് കൊടുക്കാൻ വേണ്ടി. താങ്ങുകാലം അല്ലേ? അതെ അതെ. താങ്ങുകാലം തന്നെയാണോ പറയുന്നത്, അതോ കുത്തുകാലം? ഞങ്ങളിവിടെ താങ്ങ് ഇതൊക്കെ തന്നെ. ഇത് കപ്പയും ഉണ്ട് ഏത്തനും ഉണ്ട് അല്ലേ? അതെ അതെ. ഇത് മൊത്തം കപ്പ. കുറച്ചൊരു കപ്പ നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ അങ്ങനെ കുറച്ച്. ഞാനും ഷൈജുവിൻ്റെ കൂടെ നോക്കണം. ഷൈജുവിൻ്റെ കൂടെ കർഷകനാകാൻ പോവുകയാണ്. ഇന്ന് ഇവിടുത്തെ കൃഷി പരിപാടിയാണ് നമ്മളും ചെയ്യാൻ പോണത്. സൂക്ഷിച്ചു. ഇതിൻ്റെ വിത്തെടുത്തതാണ് അത് കൊല വെട്ടിയതാണ്? അത് ഇതുവഴി പറയാം സാർ. ഇതുവഴി വരണം. അപ്പോൾ എളുപ്പം ഒന്ന് പോവാം. ഇവിടെ കെട്ട്. ഓക്കെ. ഇതെല്ലാം ഭാഗമായി നിൽക്കുന്നതാണ്. വാഴപ്പണയിലൂടെ ഉള്ള യാത്രയാണ്. ഞങ്ങളെ മെനഞ്ഞാത് കാറ്റിൽ പോയതാ. ഇത്രേ സംഭവിച്ചുള്ളൂ. അത് അവിടെ വന്ന് ഇവിടെ വലുതായിട്ടൊന്നും ചെയ്യാതെ ഒരു വാഴ നശിക്കുമ്പോൾ എത്ര രൂപയുടെ ചിലവാണല്ലേ? അതെ അതെ. ഇതിപ്പോ ഇതിന് ഇൻഷുറൻസ് കിട്ടുമോ, അത് അവരെ അറിയിക്കും, അങ്ങനെ വല്ലതും ഉണ്ടോ? അവരെ അറിയിക്കും, നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അവർ വന്ന് നോക്കി ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. എന്നാലും അതൊരു തുച്ഛമായ പൈസ കിട്ടത്തുള്ളൂ. ഇതിപ്പോ നമുക്കൊരു വാഴയ്ക്ക് 300 എന്നാണ് അറിയുക. കുലച്ച വാഴയ്ക്ക്, കുലയ്ക്കാത്തതിന് 150. ഇതിപ്പോ കൊലച്ച വാഴയാണല്ലേ? അപ്പൊ ഇത് തന്നെ അടുത്തേക്കുന്ന കൊലച്ചാലും മതി, അത് കൊലയുടെ കണക്കാക്കി അങ്ങനെ വരും? അങ്ങനെ വരത്തില്ല. കൊല കാണണം. കൊല വാഴ ഈ കഴിഞ്ഞ ദിവസത്തെ കാറ്റ്, ആ കാറ്റിലുള്ള വാഴകളാണ് മറിഞ്ഞു വീണ് കിടക്കുന്നത്. ഇതുവഴി പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലുമുള്ള ഇതാണ്. അപ്പോൾ 2 വാഴയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. ഇതിനൊക്കെ മറിയാതെ കിട്ടിയാലേ, വിളവെടുത്ത് കിട്ടിയാലാണ് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത്. പിന്നെ വർഷാവർഷം പാട്ടക്കാശ് കൊടുക്കണം. സ്വന്തമായിട്ട് ഇതിന് വിളയിൽ ഇറങ്ങി പണിതാൽ മാത്രമേ എന്തെങ്കിലും അവർക്ക്, ആ പണിയുന്ന പൈസ മാത്രമേ അവർക്കുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എടുക്കണം. ഓക്കെ. ഇതാണ് നമ്മുടെ കപ്പ. കപ്പ വാഴ ഇടപ്പരുവായുള്ളല്ലേ? അതെ അതെ അതെ. കപ്പ 2 ഘട്ടമായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വർഷം വരെയൊക്കെ പിടിക്കുമല്ലോ കപ്പ? ഒരു വർഷം വരെ നമുക്ക് തുടർന്ന് കിട്ടിക്കൊണ്ടിരിക്കാം, വിളവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ 2 ഘട്ടം. മറ്റേ വാഴയേക്കാളും കുറച്ചുകൂടെ അകലം കൂടുതലായിരിക്കും. അതെ അതെ, കൂടുതൽ വേണം. കപ്പ വാഴയ്ക്ക് അകലം കൂടുതലാണ്. അത് ഷൈജു വളരെ മനോഹരമായ രീതിയിലാണ് കപ്പ വാഴ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത്. ശാസ്ത്രീയപരമായ രീതിയിലൊക്കെയാണ് വളമൊക്കെ ചാണക വളമൊക്കെ ഇട്ടിരിക്കുന്നത്. ആവശ്യത്തിന് ചാണക വളമൊക്കെ എല്ലാത്തിൻ്റെ ചുവട്ടിൽ ന്യായമായിട്ട് ഇട്ടിരിക്കുകയാണ്. ഒന്നിനും ഒരു കുറവ് വരുത്താതെ ഇട്ടിരിക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് ഏത്തവാഴയും കുലച്ച് നിൽപ്പുണ്ടല്ലേ? അതെ അതെ. ഏത്തവാഴയ്ക്ക് 8 മാസം എന്താ പോരെ? എങ്ങനെയാണ്? നമ്മുടെ 5-5.5 മാസം. 5 മാസത്തിലും കൊല വരുന്നുണ്ട്. ഇത് റോബസ്റ്റാണ്. ഒരു പാട്ട് അത്രയും റോബസ്റ്റാ, പച്ച ചിങ്ങമ്പഴം, ചിങ്ങം അല്ലേ? അതെ അതെ. ഇവിടെ മോറീസ് എന്നൊക്കെ റോബസ്റ്റാ മോറീസ് 2 വെറൈറ്റിയാണ്. അതെ അതെ, 2 വെറൈറ്റിയാണ്. 2 വെറൈറ്റി. അതെ. അപ്പോൾ ഈ മഞ്ഞ കളർ വരുന്നത്? മഞ്ഞ കളറാണ് റോബസ്റ്റ. മോറീസാണ്. അതാണ്. ഇതാണ് അതൊരു പാട്ട് അത്ര. അതെ, മോറിസ് വാഴയാണ് അല്ലേ? ഏകദേശം ഇത് രണ്ടും തമ്മിലുള്ള ടേസ്റ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. മോറിസ് വാഴട്ടല്ലേ? മോറീസ് വാഴ. അതെ. ഇത് ആ മോറിസിൽ പെടുന്നതാണല്ലേ? ഇത് റോബസ്റ്റ. റോബസ്റ്റ കുറച്ചുകൂടെ ഒരു തടി ഇതായി കുറച്ചുകൂടെ വളരും. ഇത് ഞാലിപ്പൂവൻ എന്ന് പറയുന്ന രസമല്ലേ? അത് ഈ ഞാലിപ്പൂവൻ മാത്രമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെ അതെ. ഇലക്ക് വേണ്ടി ഞങ്ങൾ അവിടെ ഒരു വയലിൽ ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ? 2 വയലിൽ ചെയ്യുന്നുണ്ട്. ഇലയുടെയും കൊലയ്ക്കും കൂടെ അങ്ങനെ. അതെ അതെ. അവര് അത് അങ്ങനെ തന്നെ നിർത്തിയിരിക്കണം അവിടെ. അതെ, അതിൽ നിന്ന് കന്ന് തൈകൾ വന്ന്. അതെ അതെ അതെ. അത് കിട്ടുന്ന മതി എന്നുള്ള പോളിസിയാണ്. ഇലക്കാണ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ. അതെ. അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്നല്ലേ? ശരിയാല് നല്ല കൃഷിത്തോട്ടമാണ്. വളരെ മനോഹരമായ നല്ല ഡിസിപ്ലിനോടെ ആണ് അത് കൃഷി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം അല്ലേ? അപ്പോൾ ഏതാനും സ്ഥലത്തൂടെയൊക്കെ നമ്മൾ ഷൈജുവിൻ്റെ വരെ 2-3 സ്ഥലങ്ങളുണ്ട്. അതിൽ ഏതാനും സ്ഥലത്തൂടെയൊക്കെ നമുക്ക് അടുത്തടുത്ത റോഡിന് അടുത്തുള്ള സ്ഥലത്തൊക്കെ ഒന്ന് പോകാം. അപ്പം നമ്മൾ ഈ പാറശാല കണക്ക് ഇത് ഒരു യുവ കർഷകനാണ്.
അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് വെച്ചാൽ സർക്കാരിൻ്റെ അടുത്ത് നിന്ന് കൃഷി ഓഫീസർമാരിൽ നിന്നൊക്കെ പ്രോത്സാഹനങ്ങൾ നന്നായിട്ട് കിട്ടുന്നുണ്ട്. സർക്കാരിൽ നിന്നൊക്കെ ഒരു ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെന്ന കാര്യം ഈ പാട്ടത്തിന് എടുക്കുന്നവർക്കല്ല അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടും. എന്തെങ്കിലുമൊക്കെ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ സ്ഥല ഉടമയ്ക്കാണ് കിട്ടുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അല്ല സ്ഥലം ഉടമക്കല്ല, നമുക്ക് തന്നെ കിട്ടുന്നുണ്ട്, പക്ഷേ കാലതാമസം വരുന്നുണ്ട്. അപ്പോൾ കാരണം ഇത് കരാർ എഴുതി ഞങ്ങളാണ് വാങ്ങുന്നത്. കരാർ എഴുതി പാട്ടക്കരാർ മറ്റേ കരം കെട്ടി ഡ്രസ് ചെയ്ത് തന്നാണ്. അല്ല, ഈ സർക്കാർ ഈ ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കില്ല, അതിപ്പം അത് കൃഷി ചെയ്യുന്നവർക്കല്ലല്ലേ കിട്ടുന്നത്? അത് സ്ഥലം ഇല്ല കൃഷി ചെയ്യുന്നവർക്കാണ് കിട്ടുന്നുണ്ടായി. അവർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഞങ്ങളിവിടെ ചെയ്യുന്ന എല്ലാവരും ഞങ്ങൾ തന്നെ എല്ലാ ആനുകൂല്യം. കാരണം കൃഷി ഓഫീസ് അവർക്കറിയാം ആരൊക്കെ ഏതൊക്കെ പ്ലോട്ട് ആരൊക്കെ ചെയ്യുന്നതാണ്, പാട്ടാണോ അല്ല ഉടമ ചെയ്യുന്നതാണോ എന്നൊക്കെ അവർക്കറിയാം. അവരവിടെ അത് ക്ലിയർ ചെയ്തിട്ടേ വിടുന്നുള്ളൂ. ഏതായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ ഷൈജുവിൻ്റെ മറ്റൊരു വയലിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെയും നേന്ത്രനും മറ്റേ എന്തോ ഉള്ള കിൻഡൽ വാഴയും. നേന്ത്രൻ എന്ന് പറയുന്നത് ഏത്തം തന്നെയാണ് കേട്ടോ. വടക്കൻ ജില്ലയിലാണ് നേന്ത്രൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കിൻഡൽ വാഴയാണിത് അല്ലേ. ഇത് കുറച്ചുകൂടെയൊക്കെ വലിയ വലിപ്പം വെക്കും അല്ലേ? അതെ. ഇനി ഇതിന് കുറച്ചുകൂടെ ഇത് കാലാവസ്ഥയുടെ കഴിഞ്ഞ ചൂടിലും കാര്യങ്ങളൊക്കെ നിന്നാണ് കുറച്ച് അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പിന്നെ ഇത് എന്തോ ഒരു രോഗവും ഒക്കെ ബാധിച്ചു, വേരൊന്നും ഇല്ലാതെ കുറച്ചൊക്കെ അങ്ങനെ നശിച്ചു പോയി. ഒരുപാട് വാഴ അങ്ങനെ വീണ് കിടപ്പുണ്ട്. അതെ. ഇത് പൊലച്ച വാഴകളൊക്കെയാണ്. ഇതൊക്കെ ഇപ്പൊ കൃഷിക്കാരെ കാണിക്കൂല, മറ്റേ അതൊക്കെ നോക്കിയിട്ട് പോയതാണ്. ഇൻഷുറൻസ് ഉള്ളതാണ്. ഈ കാണുന്ന എല്ലാം കിൻഡൽ വാഴയാണല്ലേ ഇത്? ഇതിന്റെ പകുതിയോളം നമ്മളെ നാടൻ ഏത്തനാണ്. അത് ഞാൻ ഓണപ്പാകത്തിനായിട്ട് വെച്ചിരിക്കുന്നത്. അത് കുലച്ചു തുടങ്ങി. അപ്പൊ ഇത് വാഴ മാറുമ്പോഴേ കപ്പ നടുക, അങ്ങനെ മാറി അതെ. എന്നാലും മണ്ണിനൊരു മുളത്തവും കാര്യങ്ങളൊക്കെ കുറച്ച് അണുക്കളൊക്കെ വന്ന് ഇതായി. നിങ്ങൾ ചീര കൃഷി അങ്ങനെ ഉണ്ടായില്ല? ചീര സമയം കിട്ടാറില്ല. രാവിലെയൊക്കെ ഈ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് പുള്ളി ചെയ്യും. അത് പ്രത്യേകമായിട്ട് ചെയ്യുന്നവരാണ്. ഇതാണ് കപ്പ. ഇത് 6 മാസത്തെ വിളവാ? 6 മാസം 8 മാസം ഉണ്ട്. ഇത് 2-3 വെറൈറ്റി ഇതിലുണ്ട്. ഇത് ഏതാണിത് ഇനം? ഇത് ഞാൻ ആലപ്പുഴയിൽ അവര് ഇവിടെ ഒരു നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ കപ്പ നട്ട് ഭയങ്കര നഷ്ടത്തിലായി. കാര്യം രോഗം. കപ്പയുടെ മൂട് ഇതിങ്ങനെ നല്ല സ്ട്രോങ് ആ നിൽക്കും, പക്ഷെ ഇത് പിഴുതെടുത്തു കഴിഞ്ഞാല് അടിയിൽ മൊത്തം എല്ലാം. ഇതിപ്പോ ആലപ്പുഴ ആ ഭാഗത്തൊക്കെ വെള്ളം കയറുന്ന സ്ഥലത്തും രോഗം പ്രതിരോധ ശേഷിയുള്ള കമ്പാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരാളെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നാണ് കമ്പ്. അപ്പോൾ നമ്മൾ ആലപ്പുഴയൊക്കെ പോകുമ്പോൾ അവിടുത്തെ കോണ്ടാക്റ്റും ഒക്കെ നിങ്ങൾക്ക് തരാം കേട്ടോ. നമ്മളൊരു ഇത് കാണും, നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് കാണും. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ അപ്പം അവിടെയൊക്കെ ചെല്ലുമ്പോഴേക്കും പരസ്പരം കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പോയി എടുക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഏതെങ്കിലും വണ്ടി വരുന്നതിനകത്ത് ഇവിടെ നിന്ന് മരിച്ചിനെ എടുക്കാൻ പോയവരാണ് ഈ കമ്പ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ രീതിയിലൊക്കെ ചെയ്യാം. കാറ്റിൽ കുറച്ച് പ്രശ്നം ഉണ്ടായി, കാറ്റൊക്കെ അടിച്ചപ്പോൾ കുറച്ച് മറിഞ്ഞു കൊടുത്ത. ഇവിടെയാണ് ഇത് വേറൊരു വെറൈറ്റിയാണ്. അതല്ലേ ഇതൊരു വേറെ ഒരു വെറൈറ്റി. ഇതാ 3 ശിഖരങ്ങൾ പോണ ഒരു വെറൈറ്റി. ഇതാ നിൽക്കുന്നില്ല, ഒറ്റ ശിഖരം. അതൊക്കെ ഇവിടെ ഉള്ളതാണ്, അതൊക്കെ ഇവിടെ ഉള്ളതാണെന്ന് തോന്നുന്നു. ഇതെല്ലാം അവർ കൊണ്ടുവന്ന കമ്പിയിൽ നിന്ന് കിട്ടിയതാണ്. പല പല വെറൈറ്റി. അതെ. അങ്ങനെ ഒരു ഇത് നോക്കിയപ്പോൾ ഒരു 4 വെറൈറ്റി ഞാൻ ഇവിടെ കണ്ടു കേട്ടോ. ഇതൊരു വെറൈറ്റി, ഇത് താഴെ ഇങ്ങനെ ഇത് പൂക്കയും കൂടെ ചെയ്തിട്ടുണ്ട്. അതെ. ഇതൊരു അങ്ങനെയുള്ള ഒരു ആദ്യമേ പൂവൊക്കെ വന്ന്. അതെനിക്കാണ് വെള്ളത്തൊലിയുള്ള കപ്പയാണ് അല്ലേ? അതെ. ഞാൻ മുമ്പ് കുറച്ചൊക്കെ നട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഇത് കറക്റ്റ് ഓണത്തിന് കുറച്ച് തൊട്ട് ഇതായിട്ടുള്ളത്. ഓണത്തിനായിട്ടുള്ള പാകമാണ്. കറക്റ്റ് പരുവാണ്. അത് തൊട്ട് മുമ്പായിട്ടുള്ള ഓണമാകുമ്പോൾ കുറച്ചുകൂടെ വില വ്യത്യാസം വരും. കഴിഞ്ഞ ഓണത്തിന് നമുക്ക് 40-ന്റെ ഒക്കെ താഴെ പോയാ അത് ചെലവുമില്ല. അല്ല, അതെന്ത് പറ്റിയതാണ്? എന്തോ പുറത്തുനിന്നൊക്കെ വന്നത് അങ്ങനെ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അത് ഭയങ്കര തകർച്ചയായി പോയി. പക്ഷെ വിൽപ്പന 90 അങ്ങനെ 120 ഒക്കെ വന്നായിരുന്നല്ലേ രസകളിക്കൊക്കെ? അത്ര അതെ, രസകളിയുണ്ട്. പക്ഷെ നേന്ത്രം വലിയ ഇതായി. പിന്നെ ഇത് വലിയ ഇതും ഇല്ല, ചെലവ് കുറവായിരുന്നു. ഇത് കിൻഡലാണ് അല്ലല്ലേ? ഇല്ല, ഇത് സാധാ. ഇത് ജൂലൈ ഒക്കെ ആകുമ്പോ ഓണത്തിനൊക്കെ തൊട്ട് മുമ്പേ. അതെ,
ഇത് ഞങ്ങളുടെ ഇത് പ്രത്യേക ഇതാണ് ഞങ്ങൾ വാഴയെ സംരക്ഷിക്കുന്നത്. നല്ല ചിലവേറിയ പരിപാടിയാണ് ഇത്. ഇവിടെ കാണിക്കാനാണ് ഇവിടെ വന്നത്. മറ്റേ ഇത് കെട്ടിയിരിക്കുന്നത് ഇവിടെ ഞങ്ങളെ ഈ ഏരിയയിലാണ് ഇത് ചെയ്യുന്നത്. ഒന്ന് കാലം മറ്റേത് ഇങ്ങനെയൊക്കെ വെച്ചു. അതെ, ഇത് അതിനേക്കാൾ സ്ട്രോങ്ങാ. ഇത് എത്ര വീശി അടിക്കുന്ന കാറ്റിൽ ഒരുവിധം പിടിച്ച് നിൽക്കും. വീശി അടിക്കുന്ന ഇത്രയും ചെയ്തിട്ടാണ് വീണ്ടും പറഞ്ഞു. വീശി അടിക്കുന്ന കാറ്റിൽ എന്നാലും ഒരുവിധം വാഴയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് തന്നെ ഇത് ഈ 3 ഇതായിട്ടൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഇപ്പൊ പുതിയൊരു മെത്തേഡൊക്കെ ഇങ്ങനെ കാറ്റിനെ അതിജീവിക്കാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ഇത് ഈ ഒരു പരിപാടി കാറ്റിനൊക്കെ പക്ഷെ നമ്മളെ ഈ ചുഴറ്റി അടിക്കുന്നില്ല, ഒന്ന് വീണിങ്ങനെ ആ കാറ്റിലൊന്നും നിൽക്കത്തില്ല. അല്ലാതെ എത്ര വീശിയ കാറ്റിലായാലും പിടിച്ച് നിൽക്കും. പക്ഷെ ഊന്നാണെങ്കിൽ ഒരു കമ്പിട്ട് നമ്മൾ കയറി വിളിച്ചത് അതൊക്കെ അടിച്ചെടുത്ത് കളയോ. ഇത് നല്ലൊരു ഇത് ഞാൻ കഴിഞ്ഞ ഓഗി സമയത്ത് താഴെ ഒരു ഇതിലിട്ടിട്ടുണ്ട്. പക്ഷെ ഇലയിലൊക്കെ കംപ്ലീറ്റ് ഒടിഞ്ഞു പോയതല്ലാതെ വാഴ ഒന്നും ഒടിഞ്ഞിട്ടില്ല. അതൊരു 5-8 മാസം ഇതിന്റെ പുറകെ കിടന്ന കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ മാക്സിമം ഇൻഷുറൻസ് കാര്യങ്ങളല്ല, നമ്മള് മാക്സിമം വാഴ സംരക്ഷിച്ച് നടത്തുക പരിപാടി മാത്രമേ ഉള്ളൂ. കാരണം ഇൻഷുറൻസിലും പ്രതീക്ഷ ഒക്കെ വന്നെന്ന് പറയാം. ഏതായാലും നല്ല മനോഹരമായ രീതിയിലാണ് കൃഷി. അത് നിങ്ങളുടെ വിദ്യാഭ്യാസം ഇവിടെ കൃഷിയെ അത് കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യം അടുക്കും ചിട്ടയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൃത്യമായ ഡിസ്റ്റൻസ് ഓരോ വാഴയ്ക്കും അത് പാലിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് വിദ്യാഭ്യാസം കിട്ടിയതിന് ശേഷം ഒരു ഫാർമർ ആകുമ്പോഴുള്ള വ്യത്യാസമാണ് കാണുന്നത്. കൃത്യമായ അകലങ്ങളുണ്ട് അത് ചെയ്തിരിക്കേണ്ടത്. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു തോന്നലുണ്ടാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയ ഒരാളാണ് അങ്ങനെയൊക്കെ ഒരു ടെക്നിക്കൽ വൈസായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണമെന്നൊരു തോന്നൽ വരുന്നതെന്നുള്ളതാണ്. അപ്പൊ ഇത് അതിനുള്ള ഊന്നുകാലാണ് കിടക്കുന്നതല്ലേ? കഴുക്കോല, തെങ്ങും കഴുക്കോലല്ലേ? ഇതിലേ നിക്കത്തുള്ളൂ, അല്ലെ ഇത്രയും ലോങ് വലിച്ചോണ്ട് പോകണല്ലേ? ഇത് നമ്മുടെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന കാറ്റാടിയാണ്. 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് കിടാൻ പറ്റും. താഴെ ഇതായി പോകും, താഴെ മാത്രം പോകും. അത് പറഞ്ഞ് ഇലന്ത് കുറയുമ്പോ പിന്നെ മാറ്റും അടുത്ത വാഴയ്ക്ക് ഇങ്ങനെ സപ്പോർട്ട് വെച്ച് കെട്ടിക്കൊടുക്കും. എന്നാൽ ഇത് ചെയ്താലും നമ്മൾ വാഴയ്ക്ക് ഒരു സപ്പോർട്ട് വെച്ച് കെട്ടും, കമ്പിൽ ഇടിച്ച്. അപ്പൊ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് നിൽക്കും. മറ്റേ അതിനെ സപ്പോർട്ട് ചെയ്ത് കെട്ടിയിരിക്കുന്ന സാധാ പ്ലാസ്റ്റിക് അത് മതിയാവും. പക്ഷെ വാഴയ്ക്ക് വേറെ ഒരു രോഗവും മറ്റുള്ള കാര്യങ്ങളോ തടവോ ഇല്ലെങ്കിൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു ആവശ്യമില്ല, വേറെ ഒരു കമ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പൊ ഇത് മറ്റുള്ള കർഷകർക്കും അത് മാതൃകയാക്കാവുന്ന രീതിയിലാണ് ഷൈജോടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അപ്പൊ ഇത് ഒരു സൈഡിൽ നിന്ന് അതെ രണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ 2 കമ്പ് വലിയ ഇവിടെ അടിച്ച് നമ്മൾ കിട്ടിയിരിക്കുന്നു. ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കൊടുത്തിട്ടാണ് അല്ലേ? അതെ. ഇതിൽ പിന്നെ നിങ്ങളുടെ അവിടെയും ഇതേപോലെ 2 കമ്പ് ഇങ്ങനെ 2 കമ്പ് കൊടുത്തിട്ട് ഇതിൽ നിന്നാണ് വലിച്ചു കെട്ടിരിക്കുന്നത്. ക്രോസ് ഉണ്ടോ? ക്രോസ് എല്ലാം വലിച്ച് ടൈറ്റ് ഉണ്ട്. ഇനി ഇടയിൽ ഒരു 2 കമ്പോണ്ട് 2 സെറ്റ് ഇടും. ഇത് തന്നെ ആദ്യം നല്ല സ്ട്രോങ് ആക്കിയ ശേഷമാണ് വാഴയിട്ട് കിട്ടുന്നത്. അതിന്റെ കയറാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. ആ സൈഡും. അപ്പൊ ഈ പ്ലാസ്റ്റിക് കയറൊക്കെ നമുക്ക് എത്ര വർഷം ഉപയോഗിക്കാൻ പറ്റും? ഇതൊരു 4-5 വർഷം. ഇത് കൂടുതലും വെയിലും മറ്റുള്ളതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളിത് കഴിഞ്ഞത് ഉടനെ അഴിച്ച് സംരക്ഷിച്ച് മാറ്റിക്കോളും. അതിനത് കമ്പും അഴിച്ച് ടാർപ്പൊക്കെ ഇട്ട് പൊതിഞ്ഞ് എന്നാലൊക്കെ നമുക്ക് മുതലായി കിട്ടും. അല്ലെങ്കിൽ ഇത് ഇത്തിരി കുറച്ച് ചിലവേറിയതാണ്. മറ്റേ കാറ്റാടി കമ്പും മറ്റേ നമ്മളെ ജോലിക്ക് കൂലി ഇത് ആൾക്കാർ വിളിച്ച് 2 പേര് വേണം, 2 പേര് ഇതൊക്കെ ചെയ്തെടുക്കാനും. അതൊരു ചെലവാണ്. കമ്പ് മാത്രം വാങ്ങിച്ചാൽ പോരാ, ജോലി എടുക്കാൻ. ഇപ്പൊ ഇത് കളക്കാനൊക്കെ എത്ര രൂപയാണ്? ഇവിടെ 1100. നമ്മുടെ അവിടെയൊക്കെ നമ്മള് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ 1000 രൂപ 2 നേരത്തെ ഫുഡ്. രാവിലെ എത്ര മണിക്ക് അവർ വരും? രാവിലെ 4 മണി വരെ. നമ്മുടെ അവിടെ 6 മണിക്കും 7 മണിക്കും വന്നിട്ട് ഉച്ചയാകുമ്പോൾ പോകുന്ന ടീമുണ്ട്. ഓരോ ടീമും ഓരോരോ രീതി, അവരൊരു ടീമായിട്ട് കളിച്ചിട്ട് ഫുഡ് ഇല്ലാതെ അവർ 2 മണി 6 മണിക്ക് അങ്ങനെ ഇവിടെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവര് അവിടെ തന്നെ ചിലര് തൊട്ടടുത്ത് തന്നെ താമസിച്ചിട്ട് വലിയ ഏക്കർ കണക്കിന് സ്ഥലമുള്ളവർ താമസിച്ചിട്ട് രാവിലെ 6 മണിക്ക് കേട്ട് ഉച്ചയാകുമ്പോൾ അവര് ഇത് നേരത്തെ ഇടാണെന്നിരിക്കണത് ഉള്ളിത്തുലിയാനെന്നൊക്കെ പറയുന്നത്. അതെ. ഇതാണ് യഥാർത്ഥ 6 മാസം. അതൊക്കെ മറ്റേ വറ്റലുണ്ടാക്കാനല്ലേ? പക്ഷേ ഇതാണ് ഇവിടെ നമുക്ക് ഭയങ്കര പ്രശ്നമായി മാറുന്നത്. ഇപ്പൊ വെള്ളം കയറാത്ത വയലായാലും രോഗം ഞങ്ങളിത് വിലയൊക്കെ പറഞ്ഞ് അങ്ങ് കൊടുക്കുമ്പോ അവര് പിഴാൻ വരുമ്പോ ആണ് ഈ അവസ്ഥ. ഞങ്ങൾ ഈ ചിലപ്പോ ഈ കാശൊക്കെ എടുത്ത് മറ്റുള്ള കൃഷി മറ്റുള്ള ആവശ്യങ്ങൾക്ക് എടുത്ത് മുതലാക്കും. അവര് ആ സമയത്താണ് പിഴാകുമ്പോ അപ്പൊ നമുക്കൊരു പെട്ടെന്നൊരു പ്രതിസന്ധി, കാശിനൊരു പ്രതിസന്ധി വരുന്നു. കാര്യം ടക്കെന്ന് അവർക്ക് കൊടുക്കണം, അവർ പിഴത്തില്ല. പിന്നെ അങ്ങനെ 1-2 വയൽ എനിക്ക് സംഭവിച്ചു.
അങ്ങനെയാണ് പിന്നെ ഇത് ചെയ്ത് നോക്കി. ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. വിജയിക്കുമോ എന്ന് നോക്കാം. പിന്നെ നമ്മളിവിടെ ചെയ്യുന്നൊക്കെ ഇങ്ങനെ കൂന പോലെ ഇങ്ങനെ വെക്കുന്നില്ലേ? അതെ, അതും വടക്കൻ ജില്ലകളിൽ അതൊന്നും ഇല്ല. ഇതിനൊക്കെ സ്ലോപ്പായിട്ടാണ്. അത് കൂടുതലും പഞ്ചാര മണലാണ്. വെള്ളം കൃഷി ഇതണൊക്കെ ചെയ്യുന്നവരും ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളെ കണക്ക് ഇങ്ങനെ നമ്മള് കൂന കൂട്ടുന്നതെന്ന് വെച്ചാൽ വെള്ളം കുറച്ച് ഇതിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ്. ശൈലി അവിടെ ഇല്ല. അവരിങ്ങനെ ഇതേ കണക്ക് പണയുണ്ടാകും. പക്ഷെ ഇങ്ങനെ പൊക്കം വരില്ല, ലെവലായിട്ടുള്ള പാട്ടിൽ തന്നെ കമ്പ്. ഞങ്ങളെ ഇവിടത്തെ അങ്ങ് താഴോട്ട് ഇരുന്നില്ലേ, അതിന്റെ താഴോട്ട് ഭയങ്കര വെള്ളത്തിന്റെ പ്രശ്നമുള്ള സ്ഥലമാണ്, വെള്ളം കയറുന്ന സ്ഥലമാണ്. ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കപ്പയ്ക്ക് വിളവ് കിട്ടുന്നത് ഇങ്ങനെ പൊക്കി വെക്കും. കാര്യം എയർ കിട്ടും, സഞ്ചാരം കിട്ടും. അപ്പൊ അത് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ചിലവുണ്ട്, ഇത് വെട്ടാനൊക്കെ നല്ല ആള് വേണം. കാര്യം പെട്ടെന്ന് പോകത്തില്ല. അങ്ങനെ ഒരു തവണ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇപ്പൊ തന്നെ മറ്റേ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞത് കന്നിനൊക്കെ 13 രൂപ 15 രൂപ വില ഉണ്ട്. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കന്ന, ആ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പാണ്ടി എന്നൊക്കെ പറഞ്ഞ ഒരു കന്നുണ്ട് ഇവിടെ. അങ്ങനെ പാണ്ടി കന്ന്. അപ്പൊ അത് 5 മാസത്തിൽ കറക്റ്റ് വിളവെടുക്കും. അതിനുള്ള വളവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ കറക്റ്റ് 5 മാസത്തിന് അത് വിളവ്. അപ്പോൾ ഇപ്പൊ കന്ന് സ്വന്തം പാടത്തിൽ നിന്ന് തന്നെയൊക്കെ കന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുന്നുണ്ട്. അത് ഞങ്ങള് അതെ വെള്ളക്കൂടി കണ്ടു. വേറെ ഒരു രോഗങ്ങളോ മറ്റേ കിടങ്ങളൊക്കെ ഒന്നും ഇല്ലാത്ത നല്ല പുഷ്ടിയോടുള്ള കന്നൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ എടുത്ത് ഇവിടെ തന്നെ വെക്കത്തില്ല, അടുത്ത നമ്മളെ വയലിലോട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കുറച്ച് കാലതാമസം എടുക്കും. നമ്മൾ ഇവിടത്തെ കന്നും അവിടത്തെ കന്നും കൂടെ വ്യത്യാസം, ഒരു മാസം ചിലപ്പോൾ 2 മാസത്തെ വ്യത്യാസം കുലയ്ക്കാൻ വേണ്ടി. അപ്പോൾ യുവ കർഷകരോട് കൃഷിയിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവരും അല്ലെ അതിനെ അവരോട് പറയാനായിട്ട് എന്തുവാണ് ഷൈജിനുള്ളത്? ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം എത്ര നാളായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്? 10 വർഷമായിട്ട്. അതുപോലെ പാരമ്പര്യമായിട്ടും കൃഷിയുണ്ട്. അപ്പം അതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം പുതിയതായിട്ടാണേലും ഇങ്ങനെ പാരമ്പര്യമായിട്ട് വന്നവരും ഒക്കെ കാണും. അപ്പോൾ അവർ പാരമ്പര്യമായിട്ട് വന്നിട്ട് ഇപ്പം ഇങ്ങനെ ടെക്കുകളായിട്ടൊക്കെ പോകുന്നവരൊക്കെ. അപ്പൊ അവരോടൊക്കെ ഇത് കൃഷിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി, കാര്യം ഇപ്പൊ യുവാക്കളാരും വരുന്നില്ല. അത് അവർക്കൊരു കൃഷി എന്നൊക്കെ പറഞ്ഞ അവരെന്തോ എന്താ പറയാൻ, ഒരു സാമ്പത്തികം ഇല്ല. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ കല്യാണം മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചന പോകുമ്പോ ഒരു കൃഷിക്കാരനൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സമൂഹത്തിലൊരു മാരേജ് പോലുള്ള പ്രശ്നം വരുമ്പോ അതൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സർക്കാർ തലത്തിൽ നിന്ന് നമുക്ക് നല്ലൊരു സപ്പോർട്ട് കാര്യങ്ങൾ ഇനിയെങ്കിലും വരണം. കിട്ടിയില്ലെങ്കിൽ അതാണ് യഥാർത്ഥ യുവജനങ്ങൾ ഇറങ്ങാത്തത് പ്രധാന കാര്യം. ഇത് ഞങ്ങൾക്ക് മാസം എന്തെങ്കിലും അങ്ങനെ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു പദ്ധതി എന്തെങ്കിലും കണ്ടെത്തി ഒരു നിശ്ചയമായിട്ടുള്ള ശമ്പളം പോലെ എന്തെങ്കിലുമൊക്കെ കൃഷിക്കാർക്കൊക്കെ വന്നു കഴിഞ്ഞാലും പിന്നെ യുവതലമുറയ്ക്ക് ഇറങ്ങി. ഇപ്പോൾ യുവതലമുറയ്ക്ക് ജോലികളെന്ന് പറഞ്ഞില്ല, വളരെ കുറവാണ്. എല്ലാം വിദേശത്തോട്ടൊക്കെയാണ് പോകുന്നത്. അല്ല, ഇതിപ്പോ മത്സ്യത്തൊഴിലാളികൾക്ക് അങ്ങനെ ഒരു സ്കീമുണ്ട് കേട്ടോ. പഞ്ഞമാസം ആകുമ്പോഴത്തേക്ക് അവര് പണിയുള്ള സമയത്താണ് തുച്ഛമായ പൈസ അടക്കണം. അടച്ചു കഴിഞ്ഞാല് പഞ്ഞമാസ സമയമാകുമ്പോഴേക്കും അവർക്ക് 2-3 കടുക്കള 4 കടുക്കളായിട്ട് പൈസ കിട്ടുന്ന ഒരു സ്കീമുണ്ട്. അത് കണക്ക് കർഷകർക്ക് അതുപോലെ അപ്പൊ കറക്റ്റായിട്ട് കൃഷിഭവനിലൊക്കെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കൃഷി ചെയ്യുന്നവരെയൊക്കെ അതിനകത്തൊക്കെ ഉൾപ്പെടുത്താന്നുള്ളതാണ്. ആ രീതിയിലൊക്കെ സർക്കാർ പുതിയ പദ്ധതികളൊക്കെ നിയമനിർമ്മാണം അത് മാത്രമല്ല, ഇനിയിപ്പം യുവാക്കൾ ഇതുപോലെയൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ ടെക്നോളജിയിലും കുറച്ചൊക്കെ മാറ്റിക്കൊണ്ട് ഷാജി ഇതൊക്കെ ചെയ്ത് കാണുമ്പോൾ അടുത്ത തലമുറയ്ക്കും വാഴ വെച്ച ഒടിഞ്ഞു പോവില്ല എന്നൊരു ശുഭാപ്തി വിശ്വാസം വരും. അപ്പം എന്താണ് യുവ തലമുറയോട് കൃഷിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറയാൻ സാധിക്കുന്നത്? ജീവിച്ചു പോവാം എന്ന് ഉണ്ട്. കാര്യം നമുക്ക് എപ്പോഴും നഷ്ടം സംഭവിക്കണം എന്നില്ല. കാരണം നമ്മളെ ഒരു വയല് മറ്റുള്ള വെക്കല്ലേ, ഒരു 4-5 ഏക്കർ, അതായത് 2-3 ഏക്കറിൽ കുറഞ്ഞത് വെച്ച് നമ്മൾ ഓരോ സീസൺ അനുസരിച്ച് മാറ്റിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നല്ലെങ്കിൽ അതിൽ നിന്നെങ്കിലും റോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ തുടക്കത്തില് അത് വലുതായിട്ട് എടുക്കുന്നതിന് പകരം കുറച്ചെടുത്ത് നമ്മൾ ഇതിനെ പഠിക്കണം. കുറച്ച് പഠിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ. ഞാനത് അങ്ങനെയാണ് ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ പുറത്ത് ജോലിക്കാരെ വെക്കാൻ നമ്മൾ തന്നെ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം നമ്മൾ ആ ക്യാഷൊക്കെ നമ്മളെ കയ്യിൽ നിൽക്കുക. അല്ലെങ്കിൽ പുറത്തുകൂടെ ജോലിക്കാരൊക്കെ വെച്ച് ചെയ്തപ്പോൾ അത് അത്രയും നമ്മളെ സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടാവും. യുവതലമുറയുടെ നമ്മളവന് ഭാവിയിൽ നമുക്ക് എന്തു പറയാൻ, കൃഷിയൊക്കെ നശിക്കും അവർ യുവതലമുറ ഇറങ്ങിയില്ലെങ്കിൽ. ഇനി എല്ലാ സാധനങ്ങളും നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയിലോട്ട് പോകും. അതുകൊണ്ട് എന്തെങ്കിലും യുവതലമുറകൾ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ കമ്പനികൾ ഏറ്റെടുത്ത് തമിഴ്നാട്ടിൽ നമുക്ക് ജോലി ഇത് വളരെ കുറവാണ്. അവിടെ എല്ലാം മിഷൻ ഞങ്ങളുടെ ഇപ്പൊ ചേട്ടാ വരുമ്പോ കണ്ടല്ലോ, ഇവിടെ ഒരു മിഷനും പോലും ഇറക്കാൻ പറ്റത്തില്ല. എല്ലാ ആൾക്കാരെ വെച്ച് ചെയ്യണം. അത് അത്രയ്ക്കും ചെലവ് കൂടുതലാണ്. തമിഴ്നാട്ടിലൊക്കെ വളരെ ചെലവ് കുറവാണ്. അങ്ങോട്ടൊക്കെ പോയിട്ടോ കണ്ടല്ലോ, എല്ലാം മിഷൻ ട്രാക്ടറൊക്കെ വയലിലിറക്കി എല്ലാം ചെയ്യുന്നതാണ്.
അല്ല, ഇനിയുള്ള കാലഘട്ടത്തിൽ ടെക്നോളജി കൂടെ വന്നാലേ വയല് കളച്ച് വൃത്തിയാക്കി ഇത് നട്ടു പോകാൻ പറ്റും. ഇപ്പൊ മരച്ചിനി കമ്പാണ് കുത്തി പക്ഷേ മെഷീൻ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇവിടെ പ്രാബല്യത നമ്മുടെ സ്ഥലത്തൊന്നും ഇറക്കാൻ പറ്റാത്തുള്ള മെഷീൻ സാമഗ്രികളാണ് നമ്മളെ ഇപ്പൊ സർക്കാർ തലത്തിലും കുറച്ചൊക്കെ ഉണ്ട്. അതിപ്പോ നമുക്കിപ്പോ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സംവിധാനങ്ങൾ കൊണ്ട് ചെയ്യാനാകണം. അപ്പൊ അതേ കണക്കൊക്കെ ഇനിയുള്ള തലമുറകളൊക്കെ ചെയ്ത കൃഷിയിലേക്ക് യുവാക്കളൊക്കെ അല്ലേ വരും. കാരണം നമുക്ക് കമ്പനികൾ ഇവിടെ നമുക്ക് ഇനി കുറച്ച് കൃഷി മേഖല കുറച്ചുകൂടെ പുരോഗമിക്കാരും എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്പോർട്ടിംഗ് സ്ഥാപനങ്ങൾ ഇനി പറയാം വിഴിഞ്ഞാൻ പദ്ധതി കമ്മീഷൻ ചെയ്തതേ ഉള്ളൂ. അപ്പൊ കുറച്ചുകൂടെ കൃഷി നമുക്കൂടെ എക്സ്പോർട്ടിംഗ് കാര്യങ്ങളൊക്കെ നമ്മളെ ഇവിടെ നിന്ന് കുറച്ച് സാധ്യത കൂടുതലുണ്ടാവും. നമുക്ക് കുറച്ചുകൂടെ വരുമാനം കൂടും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കിപ്പോൾ ഉള്ളത്. കാര്യം കമ്പനികളൊക്കെ ഇവിടെ എക്സ്പോർട്ടിംഗ് കമ്പനികളൊക്കെ ഇവിടെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇവിടെ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് പോകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വരുമാനം. എക്സ്പോർട്ടിംഗ് മാത്രമല്ല ഇവിടെ വരുന്ന കപ്പലുകാർക്ക് ആവശ്യമുണ്ട്. അതെ അങ്ങനെ ഒരു ഷിപ്പിൽ വരുമ്പോഴേക്കും അവർക്ക് വേണ്ട ഫുഡുകളൊക്കെ അവിടെ വേണം. ഐറ്റംസ് നമുക്ക് കുറച്ച് എക്സ്പോർട്ട് ചെയ്യാതെ തന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് വേണ്ടി വരും. ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു അടുക്കളത്തോട്ടം പോയെങ്കിലും യുവ തലമുറ വീട്ടിലെങ്കിലും ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഇറങ്ങണമെന്നാണ് എൻ്റെ ഇത്. എന്തെങ്കിലും ഒരു ചെറിയ ഒരു കൃഷിയുമായിട്ട് എന്തെങ്കിലും ഒരു ഇത് പുതിയ തലമുറയ്ക്ക് കുട്ടികൾക്കായാലും ഇത് ചെയ്തു കൊടുക്കണം. നമ്മുടെ കൃഷി ഓഫീസറിന്റെ ഇവിടുത്തെ അവരെ 2 കുട്ടികളെ ഇപ്പോഴും കൃഷി ചെയ്യുന്നവരാണ്. ബേക്കൽ മണ്ണ് നിറയ്ക്കുന്ന പുള്ളിക്കാർ വീഡിയോ ഒക്കെ എടുത്തത് കണ്ടിട്ടുണ്ട്. അതെ, അവരിപ്പോഴേ അത് ട്രെയിനിങ് കൊടുത്താണ്. ലീല മേഡത്തിന്റെ ട്രെയിനിങ് കൊടുത്താണ് അവർ കുട്ടികളെ വളർത്തല്. ലീല മേഡത്തിനും പാരമ്പര്യമായിട്ട് അവര് അച്ഛനൊക്കെ കൃഷി ഫാമിലിയാണ്. അതെ, അവര് വെള്ളം കോരിയിട്ടൊക്കെയാണ് കാർഷിക കോളേജിലൊക്കെ പോയിട്ട് പഠിച്ചിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. വയലിലേക്ക് ഇറങ്ങി. പിന്നെ ഒരു സുഹൃത്തിന്റെ വൈഫും കൂടെയാണ് കൂടെ പഠിച്ച ഭർത്താവ് കൂടെ പഠിച്ച വളരെ സിൻസിയറായിട്ട് അത് ഒരു 3-4 കാര്യം ഒരുമിച്ചാ മാഡം. സാധാരണ നമ്മളൊരു സർക്കാർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണന്റെ അവസ്ഥയാണ്. ഇങ്ങനെ വെച്ച് പിന്നെ അവസ്ഥ. ഇതങ്ങനെയല്ല, 3-4 കാര്യം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് മാഡത്തിന്റെ. അത് എഴുതുന്നു, എന്നോട് സംസാരിക്കുന്നു, ഫോൺ ചെയ്യുന്നു, എല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നുണ്ട്. ആരോഗ്യ പ്രതിനിധികൾ കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ടും ഇവിടെയൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. ഏതായാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ ഞാലിപ്പൂവൻ കാണുന്നുണ്ടെങ്കിൽ അതുകൂടെ കണ്ടിട്ട് പോകാം. നമ്മൾ പോകുന്ന തൊട്ടപ്പുറം. ശരി, എന്നാൽ അതുകൂടെ നോക്കാം. ഇതെല്ലാം ഷൈജുവിൻ്റെ കൃഷിത്തോട്ടം തന്നെ കുറച്ച് ഹാർവെസ്റ്റ് കഴിഞ്ഞതാണ്, പുതിയത് വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും പോകുന്നില്ല, ഇനി കുറച്ച് രസകരങ്ങൾ ഇതുപോലെ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് അതുകൂടെയൊക്കെ നോക്കിയിട്ട് നമുക്കിത് തൽക്കാലം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പാറശാലയിലുള്ള യുവ കർഷകരെയും കുട്ടി കർഷകരെയൊക്കെ നമ്മളങ്ങനെ ഒന്ന് സന്ദർശിച്ച് നമുക്കങ്ങനെ പോകാം. സാധാരണക്കാരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിച്ച് നമുക്ക് അങ്ങനെ പോകാം. ഒരു പാർട്ട് മൊത്തം നമ്മുടെ മോറിസ് ആണ്. അതെ, ഇതെല്ലാം മോറിസാണ്. അത് കൊലച്ചത് കൊണ്ടല്ലേ? അതെ, കൊലച്ചതുകൊണ്ട് കൊലക്കാനുള്ള പരിവായി നിൽക്കുന്നതാണ്. ഇതാണ് ഞാലിപ്പൂവൻ. അത് ആയിട്ടുണ്ടല്ലോ അല്ലേ? അതും ആയിട്ടുണ്ട്. പതുക്കെ ചാടി വരാൻ പറ്റും. ഇത് ഞങ്ങള് ഇല വെട്ടി എടുത്തതാ. ഇലയും വെട്ടും ഇത് ഇതൊക്കെ ഇല വെട്ടിയതാ. ഇന്നലെ ഇല വെട്ടിയുണ്ടോ. എന്നിട്ട് ഒരെണ്ണം വിട്ടിരിക്കാം പ്ലാന്റ്. അടുത്ത ഇതിന് വേണ്ടി ഓണ സീസണിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നതാ. അപ്പൊ ഇതൊന്ന് നമ്മളെ മൂട് പറിക്കൂല. ഇതിങ്ങനെ ഇനി ഒരു വളയിടാൻ ഒന്ന് പറിച്ചു മാറ്റി അത്രേ ഉള്ളു. ഇവിടുന്ന് തന്നെ കന്ന് എല്ലാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരിക്കലും നട്ട് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും. അതെ, രസകളി ഒരു 3 സ്റ്റെപ്പ് നമുക്ക് ഇടപെടാം. അത് കഴിഞ്ഞാൽ അടുത്ത ചുവടിങ്ങനെ പൊങ്ങി വരുമ്പോ അടുത്ത് മാറ്റി രസകളിയൊക്കെ അത്യാവശ്യം കൊല വെട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വെട്ടിട്ടുണ്ട്. ഇതൊക്കെ വെട്ടിയതാ. ഇതിവിടെ വേറൊരു റേറ്റ് മൊന്തൻ. ഇത് മൊന്തൻ പേന എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ്. ഇത് എല്ലാം പാട്ടത്തിനാണ്. അതെ, ഇത് പാട്ടത്തിന്. രസകലയാണല്ലേ? വടക്കൻ ജില്ലകളിൽ ഞാലിപ്പൂവൻ എന്ന് പറയും. പറയുമല്ലേ കൂടുതലും രസകഥകളി എന്ന് പറയുന്നുള്ളൂ. പിന്നെ ഞാലിപ്പൂവൻ എന്നാണ് ഞങ്ങളൊക്കെ പറയുമ്പോൾ ഞാലിപ്പൂവനും രസകഥകളിയൊക്കെ പറയും. പ്രായം ചെന്നവരൊക്കെ രസകഥകളി. വടക്കൻ ജില്ലകളിലാണെങ്കിൽ ഞാലിപ്പൂവൻ എന്നാണ് പറയുന്നത്. രസകല എന്നുള്ള അറിഞ്ഞൂടാ. അവിടെ അല്ലേ? വടക്കൻ ജില്ലകളിലൊക്കെ അങ്ങനെയാണ്.
അപ്പോൾ നമുക്കിവിടെ രസകഥ എന്നും പറയും, ഞാലിപ്പൂവനെന്നും പറയും. വേറെ ഞാലിപ്പൂവൻ എന്ന് അങ്ങനെ ഇവിടെ പറഞ്ഞ അധികം കേൾക്കാറില്ല. അതെ. രസകഥ എന്നാണ് പറയുന്നത്. ഏകദേശം ഭാഗമായ ഏകദേശം ഭാഗമായ രീതിയിൽ രസകഥ. ഇതിപ്പോ ഓണം വരെ നിൽക്കുമല്ലോ, അടുത്ത ആഴ്ച ഇത് പോകും. ഇനി അടുത്ത പ്ലാന്റാണ് ഞാൻ പറഞ്ഞത്. അതാ നിൽക്കുന്നത്. അതാണ് അടുത്തത്. അതൊക്കെ പാകമായി കഴിഞ്ഞത്. ഇതൊക്കെ ഈ ആഴ്ച തന്നെ വെട്ടേണ്ടി വരും. ഇവിടെ ഒരു മോറീസ് തുടങ്ങി നിൽക്കുന്നു. അതെ ഇതായിരിക്കാണ് മോറീസ് അല്ലേ? അതെ ഇതായി. ഇതിപ്പോ കിലോയ്ക്ക് എന്ത് വില കിട്ടും? ഇതിപ്പോ 30 രൂപ. 30 രൂപ അല്ലേ? 30 ഇടയ്ക്ക് 40 രൂപ റേഞ്ചിൽ പോയി. അതെ. ഇപ്പോൾ നമ്മളൊരു 3-4 കർഷകരെ ഇപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ പാറശാല വന്നിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. എല്ലാവരും ഒരേ വാക്കോടെ പറയുന്നത് സർക്കാരിൻ്റെ സ്കീമുകളിൽ, പദ്ധതികളിൽ കർഷകരെ കറക്റ്റായിട്ട് തിരഞ്ഞെടുത്ത് അവർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് എല്ലാവരും ഒരേ വാക്കായോട് പറയുന്നത്. അപ്പോൾ നമുക്കതിന് പുതിയ നിയമനിർമ്മാണങ്ങളൊക്കെ അതിനുവേണ്ടി പ്രത്യേകം ചെയ്യണമെന്നുള്ളതാണ്. കാര്യം ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് അവർക്കതുപോലുള്ള ആനുകൂല്യങ്ങളൊക്കെ അന്യ സംസ്ഥാനം കിട്ടുമ്പോൾ നമുക്കതുപോലെ കൊടുക്കാൻ പറ്റണം. പിന്നെ യുവതലമുറകളെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കയറിപ്പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ യുവതലമുറകൾക്കും ഒരു പ്രചോദനമാകുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ഈ ഷൈജു നമുക്കിത് കൃഷിയിടങ്ങളെല്ലാം കാണിച്ചു തന്നത്. അപ്പോൾ സർക്കാർ തലത്തിലും യുവാക്കളെ കൃഷിയിടത്തിലേക്ക് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രചോദനമാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് യഥാർത്ഥ കൃഷിക്കാരന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്കീം, പദ്ധതികളൊക്കെ നിങ്ങളത് തയ്യാറാക്കിയാൽ മാത്രമേ കൃഷിക്കാർക്കൊക്കെ കൃത്യമായിട്ട് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. മറ്റ് കമ്പനികളുടെ പ്രോഡക്റ്റ് കണക്ക് കൃത്യമായ ഒരു വസ്തുവിന് കൃത്യമായ ഒരു റേറ്റ് ഇടാൻ ഈ കൃഷി ഉൽപ്പന്നങ്ങൾക്ക് പറ്റില്ല, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പറ്റില്ല. അത് ഓരോ ചെറിയ ക്ലൈമറ്റ് പോലും കാർഷിക ഉൽപ്പന്നങ്ങളെ ബാധിക്കും. അപ്പോൾ അത് യഥാർത്ഥ കർഷകൻ്റെ തലയ്ക്ക് ആണ് അതെല്ലാം വന്ന് വീഴുന്നത്. ആ ഭാരം കൂടെ കർഷകൻ താങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന ഈ നിയമ വിദഗ്ധരും സർക്കാരുകളും എല്ലാം ഇതിന് ഒരു കറക്റ്റായിട്ട് ഒരു നിയമ സംഹിത ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും ഇതേപോലെ ഷൈജുനെ പോലുള്ള യുവ കർഷകർ വീണ്ടും വരട്ടെ എന്നുള്ള ആശയോടെ അവരെ ആശംസിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ അധ്യായം ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ പാറശാല തന്നെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് മറ്റൊരു കർഷകനെ കാണാൻ പറ്റുമോ എന്ന് നോക്കാം. ഏതാനും കർഷകരെ കൂടെ നമുക്ക് കണ്ടിട്ട് പാറശാല പഞ്ചായത്തിൽ നിന്ന് നമുക്ക് വിടവാങ്ങാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഇതുപോലുള്ള യുവ കർഷകരെയൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. പിന്നെ പരസ്പരം ഇവരെ നമുക്കൊരു ഗ്രൂപ്പിലൂടെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ പരസ്പരം എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ്, ഒരു വിത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു പുതിയ ഐറ്റംസിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ പുതിയൊരു അറിവ് കൊടുക്കുന്നതിനാണെങ്കിലും ഉപകാരപ്പെട്ടതെന്ന് പറഞ്ഞ് നമുക്കൊരു ചെറിയൊരു ഗ്രൂപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ സംവിധാനമാണ്. ഇവർക്ക് പരസ്പരം കോൺടാക്ട് ചെയ്യാൻ കാർഷിക മേഖലയും കൃഷിഭവനുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള കർഷകർ നമ്മൾ പോകുന്നിടത്തുള്ള എല്ലാവരെയും ഒന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല, നമ്മൾ പോകുന്നിടത്തുള്ള അവരെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി നമുക്ക് അങ്ങനെ ഒരു പരിപാടി ചെയ്യാം. അത് കണക്കിന് ടൂറിസം മേഖല നമുക്ക് ഇവിടെ മുഴത്തിന് ടൂറിസം മേഖലകളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ആ ടൂറിസം മേഖലയിലേക്ക് നമ്മുടെ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ടും നമുക്ക് ഡയറക്റ്റ് കർഷകരിൽ നിന്ന് ഡയറക്റ്റ് ആ ടൂറിസം കേന്ദ്രങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനവും നമുക്ക് ഇണക്കാൻ പറ്റുമോ നോക്കാം. ഏതായാലും നമ്മളും ടൂറിസം മേഖലയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവരുടെ ആ കോൺടാക്ട്സും ഇവർക്ക് ഉൾപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് കിട്ടാവുന്ന എല്ലാ കോണ്ടാക്ട്സും ഇവരുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കത്തക്ക രീതിയിൽ നമുക്കൊരു ചെറിയ ഗ്രൂപ്പൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും നമ്മുടെ ഷൈജു എന്ന് പറയുന്ന കർഷകൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അളവും തൂക്കുക എല്ലാം കൃത്യതയോടെയാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത് കാണാൻ സാധിച്ചത്. കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തരുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷൈജുവിനും വളരെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മളിത് വൈൻഡപ്പ് ചെയ്ത് നന്ദി, നമസ്കാരം.